ഹായ് ക്രിയേറ്റേഴ്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എൻഡ് സ്ക്രീനാണ്. ഒരു വീഡിയോ തീരുമ്പോൾ എങ്ങനെയാണ് നമ്മളവിടെ എൻഡ് ബോക്സ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. എൻഡ് സ്ക്രീനിൻ്റെ 2 ബോക്സ് അല്ലെങ്കിൽ ഒരു ബോക്സ് ഒരു സബ്സ്ക്രൈബ് അങ്ങനെ കൊടുക്കാൻ നമുക്ക് പറ്റും. നമ്മളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരെ വൈറ്റി സ്റ്റുഡിയോയിലേക്ക് പോകുന്നു. ഓക്കെ, നമ്മുടെ വൈറ്റി സ്റ്റുഡിയോ ഓണായിട്ടുണ്ട്. ഇതിൻ്റെ താഴെയാണ് നമ്മുടെ മോഡറേഷനൊക്കെ എടുക്കാനുള്ള സെറ്റിങ്സിലേക്ക് നമ്മൾ പോകുന്നത്. ഇവിടെ ഏറ്റവും താഴെയാണ്. നമുക്ക് അവിടെ അല്ല നമ്മുടെ എൻ്റെ സ്ക്രീന്. ഇതിൻ്റെ ഏറ്റവും മുകളിലായി രണ്ടാമത് കാണുന്ന ഓപ്ഷൻ കോണ്ടാക്റ്റ് എന്നതിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമുക്കിവിടെ കാണാൻ പറ്റുന്ന രണ്ടാമത്തെ ഓപ്ഷൻ കോണ്ടാക്റ്റിലേക്കാണ് നമ്മൾ കയറുന്നത്. ഓക്കെ, നമ്മൾ കോണ്ടാക്റ്റിലേക്ക് കയറുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കോണ്ടാക്റ്റ് ഓണായിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് ഇവിടെ ഓണായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത്, നമുക്ക് എൻഡ് സ്ക്രീൻ കൊടുക്കാനുള്ള വീഡിയോ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പം ആദ്യത്തെ വീഡിയോ തന്നെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കോണ്ടാക്റ്റിൽ നമ്മുടെ വീഡിയോസ് അവിടെ മേളിൽ പതിവായത് കാണാം. ഇപ്പം നമ്മളിവിടെ കൊടുത്ത ഹാഷ്ടാഗുകൾ എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ താഴെ നമ്മൾ കൊടുത്തിട്ടുള്ള നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ഇതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഈ വീഡിയോയുടെ ഡീറ്റെയിൽ മുഴുവൻ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിതെല്ലാം നമ്മൾ എൻഡ് സ്ക്രീനാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എൻഡ് സ്ക്രീൻ കൊടുക്കാനെടുത്ത വീഡിയോസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ വീഡിയോ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ വീഡിയോ സെലക്ട് ചെയ്താണ് ഈ കിടക്കുന്നത്. അപ്പോൾ അവിടെ പബ്ലിക് എന്നുള്ളത് നമുക്ക് കാണാം. അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി SD HD ക്വാളിറ്റി ഇതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇതെല്ലാം അതുപോലെ തന്നെ താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എൻഡ് സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പം നമ്മൾ ആ എൻഡ് സ്ക്രീനിലേക്ക് അതിൻ്റെ താഴെ കാർഡ്സ് നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ എൻഡ് സ്ക്രീനാണ് ഇത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ എൻഡ് സ്ക്രീൻ ഓൺ ആക്കുന്നു. ഓക്കെ, നമ്മളിപ്പം എൻഡ് സ്ക്രീനിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ എൻഡ് സ്ക്രീൻ വരുമ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ ഓക്കെ എൻഡ് സ്ക്രീനിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എഡിറ്റ് എൻഡ് സ്ക്രീനിൻ്റെ പേജാണ് ഇപ്പം വന്നിരിക്കുന്നത്. നമ്മൾ മേളിൽ കാണാം എൻഡ് സ്ക്രീന്. ഓക്കെ, ഇവിടെ നമുക്ക് എത്ര വീഡിയോ ആണ് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ 1 വീഡിയോ 1 സബ്സ്ക്രൈബ്, 2 വീഡിയോസിൻ്റെ ബോക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വീണ്ടും 1 വീഡിയോ 1 സബ്സ്ക്രൈബ് 1 വീഡിയോ അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മളിവിടെ നമുക്ക് എൻഡ് സ്ക്രീൻ കൊടുക്കേണ്ട ബോക്സാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പം നമ്മൾ 2 വീഡിയോസിൻ്റെ ബോക്സാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. നമ്മളപ്പോൾ 2 വീഡിയോയുടെ ബോക്സ് തിരഞ്ഞെടുക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ആ വീഡിയോയിൽ ഇവിടെ 2 സ്ക്രീൻ വന്നിട്ടുണ്ട്. വീഡിയോ ബെസ്റ്റ് ഫോർ വ്യൂവർ എന്നും പറഞ്ഞ് കാണിക്കുന്ന ബ്ലൂ കളർ കാണിക്കുന്നുണ്ട്. നമ്മളത് ഫസ്റ്റ് ഇത് തൊടാതെ ബ്ലൂ ആവും, അടുത്തത് നമ്മൾ തൊട്ട് വേണം അത് ബ്ലൂ ആക്കിയിട്ട് നമ്മൾ വീഡിയോ ആഡ് ചെയ്യാൻ. അപ്പം ഇവിടെ ഇനിയും നമ്മൾ ആ ബോക്സിനകത്തൊരു വീഡിയോ ആണ് നമുക്ക് എൻഡ് സ്ക്രീനായിട്ട് കൊടുക്കേണ്ട വീഡിയോ ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ ചോയ്സ് പെർഫെക്റ്റ് വീഡിയോസ് എന്ന് കാണുന്ന അതിനകത്തേക്കാണ് നമ്മൾ കയറുന്നത്. അപ്പം നമ്മളവിടെ ചോയ്സിൽ കൊടുക്കുന്നു. ചോയ്സിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ നമ്മുടെ വീഡിയോസ് എല്ലാം വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഏതാണോ അതാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചൊറിയാൻ നിക്കല്ലേ എന്ന് ടൈറ്റിലുള്ള ആ വീഡിയോ നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്കിവിടെ കാണാം അതേ വീഡിയോ ഇവിടെ ഫസ്റ്റ് ബോക്സിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ സെക്കൻഡ് ബോക്സും സെലക്ട് ചെയ്യാൻ പോകണം. അതിനായിട്ട് ആ ബോക്സെല്ലാം തൊടുക. അപ്പോൾ അവിടെ ബ്ലൂ ആവുന്ന നമുക്ക് കാണാം. അതിനുശേഷം വീണ്ടും നമ്മൾ നമ്മുടെ ചോയ്സിലേക്ക് പോവുക. കാണാൻ പറ്റുന്നുണ്ടോ ചോയ്സ് വീഡിയോ, ചോയ്സ് സ്പെസിഫിക് വീഡിയോ എന്നുള്ള അതിൽ വീണ്ടും നമ്മൾ തൊടുന്നു. ഓക്കെ, വീണ്ടും നമ്മുടെ ഫുൾ വീഡിയോസ് ഇവിടെ വന്നിട്ടുണ്ട്.
അവിടെ നിന്നൊരു വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയിട്ടുണ്ട്. അതിവിടെ നിന്ന് കാണാൻ പറ്റും. ഓക്കെ, കണ്ടോ ഇവിടെ 2 വീഡിയോസ് ഇപ്പം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബോക്സുകൾ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും മാറ്റി വെക്കാവുന്നതാണ്. നമുക്ക് നമ്മുടെ മറ്റേ വീഡിയോയുടെ ഇതുപോലെ മേളിൽ കയറാത്തതുപോലെ മറയ്ക്കുന്ന പോലെ, ഇതുപോലെ മറയ്ക്കാത്ത പോലെ നമുക്ക് എവിടെ വേണമെങ്കിലും സ്ഥാപിക്കാം. നമ്മുടെ സ്ക്രീനിൻ്റെ മേളിലായിട്ടോ താഴെയായിട്ടോ ഇവിടെ ഇങ്ങനെ മേളിലോ താഴെയോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മുടെ എൻ്റെ സ്ക്രീൻ 2 ഇവിടെ കറക്റ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന് ടൈമിംഗ് ആണ്. നമ്മുടെ ഈ മെയിൻ വീഡിയോ തീരുന്ന എൻഡിൽ വേണം എൻ്റെ സ്ക്രീൻ ഓപ്പൺ ആകാൻ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ മറക്കും. അപ്പോൾ അതിനായിട്ട് നമുക്ക് താഴെ കാണാൻ 2 നമ്മുടെ മെയിൻ വീഡിയോ ഏറ്റവും താഴെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ മേളിൽ 2 വീഡിയോ നമ്മൾ ആഡ് ചെയ്തതും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്ക്രീനെ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും താഴെ കണ്ടോ ഈ ഒരു ലൈൻ, ഇങ്ങനെ ഈ ലൈൻ പോകുന്ന കണ്ടോ, നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഇത് കണ്ടോ, ഈ ലൈന് ഏറ്റവും ഒടുവിൽ നമ്മൾ കൊണ്ടുവരികയാണ്. എന്ന് വെച്ചാൽ ഈ വീഡിയോ തീരുന്നതിൻ്റെ അവിടെയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇപ്പോൾ ഈ എൻഡിലായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. നമുക്കത് കാണുന്നുണ്ടോ? അപ്പം നമുക്ക് ഏത് ഭാഗം പോലാണ്, ഇതിപ്പം വീഡിയോ തീരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് നമ്മളൊരു 10 മിനിറ്റ് അല്ല ഒരു 20 സെക്കൻഡ് അങ്ങനെ വെച്ചാലും മതിയാവും. നമുക്ക് ഇഷ്ടത്തിന് നമുക്കിവിടെ വെക്കാം. അപ്പം നമ്മൾ വെച്ചേക്കുന്ന ഈ എൻ്റെ സ്ക്രീന് ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ്. ഈ നടുക്കുള്ള വീഡിയോ തീരുന്ന ആ സമയത്ത്, തീരുന്നതിന് മുമ്പായിട്ട് നമുക്കിത് ഓണാവും. ഇവിടെ ഇത് എത്ര സമയം വേണം വെക്കാം, പക്ഷേ നമ്മൾ ഏറ്റവും കുറഞ്ഞ സമയം വെക്കാവുള്ളൂ. എല്ലാം നമ്മുടെ നടുക്കുള്ള വീഡിയോ മറയും. അപ്പോൾ ഈ ഒരു ലൈൻ നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് വെക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ എൻ്റെ സ്ക്രീൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മേളിൽ സേവ് ബട്ടൺ ഉണ്ട്. ഈ സേവ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ എൻ്റെ സ്ക്രീൻ കറക്റ്റ് ടൈമിൽ നമ്മൾ വെച്ചേക്കുന്ന അതേ സമയത്ത് ആ എൻ്റെ സ്ക്രീൻ വർക്കാവുന്നതായിരിക്കും. കാരണം വീഡിയോ തീരുന്ന നമ്മൾ വെച്ചേക്കുന്ന സമയമാകുമ്പോൾ ഈ 2 ബോക്സ് അപ്പോഴേ ഓപ്പൺ ആകത്തുള്ളൂ. 2 ബോക്സ് ഇതുപോലെ അവിടെ വരും. അപ്പം പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ആ ബോക്സിൽ കയറി ആ ബോക്സിൽ തൊട്ട് നിങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് പോകാൻ പറ്റും. ഇതാണ് എൻ്റെ സ്ക്രീൻ. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇത് എല്ലാം ടൈമിംഗ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മേളിൽ സേവ് ബട്ടൺ കൊടുക്കണം. സേവ് ബട്ടൺ കൊടുത്തെങ്കിൽ മാത്രമേ ഇത് സേവ് ആവുള്ളൂ. അപ്പോൾ സേവ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ സ്ക്രീൻ ഓക്കെ ആയി. അപ്പോൾ നിങ്ങൾ ലോങ് വീഡിയോയ്ക്കാണ് കൂടുതലും കൊടുക്കേണ്ടത്. അപ്പോൾ ആ ലോങ് വീഡിയോകൾ എടുത്തിട്ട് നിങ്ങളുടെ ഷോർട്സുകളും നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാവരും ഇത് ഉപയോഗിക്കുന്ന ലോങ് വീഡിയോയ്ക്കാണ്. അപ്പോൾ ലോങ് വീഡിയോ 2 നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും ഇതുപോലെ. അപ്പോൾ ഈ പ്രേക്ഷകർക്ക് ഇത് തൊട്ട് ഈ പ്രോഗ്രാം ഈ വീഡിയോ കഴിയുമ്പോൾ ഈ 2 എൻഡ് ബോക്സിനകത്ത് എവിടെയെങ്കിലും തൊട്ട്, അതായത് എൻ്റെ സ്ക്രീനിനകത്ത് എവിടെയെങ്കിലും തൊട്ട് അവർ അടുത്ത പ്രോഗ്രാമിലേക്ക്, അടുത്ത വീഡിയോയിലേക്ക് പോകും. അതാണ് ഈ എൻ്റെ സ്ക്രീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്ക്രീൻ എങ്ങനെയാണ് ഇടുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. ഇത് ഞാനിപ്പം സേവ് ചെയ്യുന്നില്ല, ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ എൻ്റെ സ്ക്രീൻ. നമ്മൾ കൊടുത്തെന്ന് പറഞ്ഞില്ലേ, ഇതാണ് എൻ്റെ സ്ക്രീൻ. ഇപ്പം ഇതിനകത്ത് വൈറ്റി സ്റ്റുഡിയോ സെറ്റിങ് യൂട്യൂബ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു അടുത്ത വീഡിയോ ആണ്. ഇത് നമ്മൾ എൻ്റെ സ്ക്രീൻ സബ്സ്ക്രൈബ് ബട്ടണാണ് ഈ കൊടുത്തേക്കുന്നത് നമ്മുടെ പ്രൊഫൈൽ. അതിൽ തൊട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിവിടെ സബ്സ്ക്രൈബും ആരും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തോളൂ. അപ്പോൾ ഈ എൻ്റെ സ്ക്രീനിനകത്ത് ഇത് 2 ഉണ്ട്. ഓക്കെ, സബ്സ്ക്രൈബും ചെയ്യാൻ പറ്റും,
നമുക്ക് അതായത് 1 സബ്സ്ക്രൈബ് 1 എൻഡ് സ്ക്രീൻ ഇടാം. 2 എൻഡ് സ്ക്രീനാണ് നമ്മൾ ഇട്ടിരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉപയോഗം. വീഡിയോ തീരുന്ന ഭാഗത്ത് നമുക്ക് എൻഡ് സ്ക്രീൻ വരികയും സബ്സ്ക്രൈബ് ബട്ടൺ പ്രൊഫൈലായിട്ട് അവിടെ വരികയും ചെയ്യും. ഇതിലെ 2 എൻഡ് സ്ക്രീനും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് അപ്പോൾ അതിൻ്റെ ഉപയോഗം. ഓക്കെ, അവസാന ഭാഗത്താണ് ഇത് വന്നേക്കുന്നത്. വീഡിയോ തീരുന്ന ഭാഗത്താണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ എൻഡ് സ്ക്രീനെ പറ്റി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ വ്യൂസ് കൂടാനും നമുക്ക് വാച്ച് ഓവർ കൂടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ് എൻഡ് സ്ക്രീൻ. തീർച്ചയായിട്ടും എല്ലാവരും ഇത് എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.